നമസ്കാരം. ഇന്ന് നമ്മൾ വെട്ടുകാട് പള്ളിയുടെ ഒരു മ്യൂസിയം പരിചയപ്പെടാം. ഇവിടെ അധികം ആരും വന്ന് കാണാത്ത ഒരു സ്ഥലം തന്നെയാണിത്. പള്ളിയുടെ താഴെയായാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. വെട്ടുകാട് പള്ളിയുടെ ചരിത്രം എന്നത് 16-ാം നൂറ്റാണ്ടിൽ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ ഈ പ്രദേശം സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പള്ളിയുടെ ഇപ്പോഴത്തെ രൂപം 1934-നും 1937-നും ഇടയിൽ റവ ഫാദർ ഗോഡ്വിൻ മൈക്കിൾ ജോണും ചേർന്ന് നിർമ്മിച്ചതാണ്. കൊച്ചി രൂപതയുടെ വികാരി ജനറലായിരുന്ന മോൺസിത്തോർ ലിയോൺ ഡി സുസയാണ് പള്ളി ആശീർവദിച്ചത്. ഇതെല്ലാം അന്നത്തെ കാലത്ത് നമ്മളുടെ വികാരിമാർ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളാണ് ഇവിടെ ഇവർ പ്രദർശനത്തിനായി വച്ചിരിക്കുന്നത്. 17-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസ് മിഷണറിമാരാണ് ഈ പള്ളി സ്ഥാപിച്ചത്. വെട്ടുകാട് പള്ളി ക്രിസ്തുരാജിൻ്റെ അനുഗ്രഹത്തിനായി സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു. എല്ലാ വർഷവും നവംബർ അവസാനത്തിൽ നടക്കുന്ന വെട്ടുകാട് തിരുനാൾ വലിയ പ്രാധാന്യം അർഹിക്കുന്നു. ചരിത്രപരമായ പല പ്രധാന കാര്യങ്ങളും ഇവിടെയുണ്ട്. 16-ാം നൂറ്റാണ്ടിൽ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ ഈ പ്രദേശം സന്ദർശിച്ചിരുന്നതുമായി ബന്ധപ്പെട്ടാണ് വെട്ടുകാട് പള്ളിയുടെ ചരിത്രം ആരംഭിക്കുന്നത്. 1934-നും 1937-നും ഇടയിൽ റവ ഫാദർ ഗോഡ്വിൻ ഗുഡിത്തോയും പിന്നീട് റവ ഫാദർ മൈക്കിൾ ജോണും ചേർന്ന് പള്ളി പുതുക്കി പണിതിരുന്നു. മോൺസിത്തോർ ലിയോൺ ഡി സൂസയാണ് പള്ളി ആശീർവദിച്ചിരുന്നത്. ഇവിടെ എല്ലാ വർഷവും നവംബർ അവസാനത്തിൽ നടക്കുന്ന ക്രിസ്തുരാജിൻ്റെ തിരുനാൾ വെട്ടുകാട് പള്ളിയുടെ പ്രധാന ആഘോഷം തന്നെയാണ്. ഇതെല്ലാം നമ്മുടെ പള്ളിയിലെ ഒരുപാട് പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന എല്ലാ വസ്തുക്കളും ഇവിടെ പ്രദർശനത്തിന് വച്ചിരിക്കുന്നു. ഈ കാണുന്നത് പല ലാംഗ്വേജിലുള്ള നമ്മുടെ ബൈബിളാണ്. നമുക്ക് ഏത് വിഷയത്തിൽ വേണമെങ്കിലും നമുക്ക് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. ഇവിടെ ഒരു മാതാവിനെ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. പതിനേഴാം നൂറ്റാണ്ട് മുതലുള്ള സാധനങ്ങൾ ഇവിടെ ഇപ്പോഴും കെട്ടുപോകാത്ത രീതിയിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. ഇതെല്ലാം ഇപ്പോൾ അടുത്ത കാലത്ത് തന്നെയാണ് നമ്മൾക്ക് എല്ലാവർക്കും പ്രദർശനത്തിനായി തന്നിരിക്കുന്നത്. വെട്ടുകാട് ചർച്ച് മ്യൂസിയം. ഇവിടെയെല്ലാം കൊടുത്തിരിക്കുന്നത് അന്നത്തെ കാലത്ത് നമ്മളുടെ വൈദികന്മാർ ഉപയോഗിച്ചിരുന്ന ഓരോരോ വസ്തുക്കളുമാണ്. ഇത് നമ്മൾ എല്ലാവരും വന്ന് കണ്ട് മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യങ്ങൾ തന്നെയാണ് ഇതിലുള്ളത്. കേരളത്തിൽ ഇത് കാണുന്നത് നമ്മുടെ പഴയ പള്ളിമണിയാണ്. അന്നത്തെ കാലത്ത് പള്ളിയിൽ സ്ഥാപിച്ചിരുന്നതാണ്. ഈ കാണുന്നതെല്ലാം പഴയ കാലത്തുള്ളതാണ്. ഇത് നമ്മളുടെ ജീസസ് ക്രൈസ്റ്റിൻ്റെ ഒരു സ്വരൂപം. ഇത് ശരിക്കും കേരളത്തിലെ പ്രധാന ക്രിസ്ത്യൻ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് വെട്ടുകാട് ദേവാലയം എന്ന് പറയുന്നത്. റോമിലെ പുരാതന പള്ളികളെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലാണ് തന്നെയാണ് നമ്മുടെ പള്ളി അവർ പണിതെടുത്തിരിക്കുന്നത്. ഇതിലെല്ലാം കൊടുത്തിരിക്കുന്നത് അന്നത്തെ കാലത്തെ ഓരോരോ കഥകളാണ്. നമ്മളിതെല്ലാം അവിടെ നിന്ന് വായിച്ച് മനസ്സിലാക്കാനുള്ള എല്ലാം അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഒരുപാട് ഗൈഡുമാരുണ്ട്. അവരിൽ നിന്ന് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. ഇതൊരു ചാപ്പലിൻ്റെ എൻട്രിയാണ്. ഈ മ്യൂസിയത്തിനകത്ത് 2 ചാപ്പലാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ അകംഭാഗത്തേക്ക് നമുക്ക് കടക്കാം. അതിനു മുൻപായി ഇതിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. യേശുവിൻ്റെ കാലത്തുള്ള ഓരോരോ സ്റ്റോറികളാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഈ കൊടുത്തിരിക്കുന്നത് പള്ളിയുടെ പഴയ കാലത്തെ ഒരു രൂപം തന്നെയാണ്. ഇത് നീല കളറിൽ കാണുന്ന ക്രിസ്തു നിൽക്കുന്നതായിട്ട് കാണുന്ന രൂപം ശരിക്കും കടലിൽ നിന്ന് കിട്ടിയത് ഒരു ഇതാണ് പഴയ പള്ളിയുടെ ഒരു മാതൃക. ഇങ്ങനെയായിരുന്നു പഴയ ചർച്ച ഉണ്ടായിരുന്നത്. അത്
പുതുക്കി പണിതിരിക്കുന്നതാണ് ഇപ്പോഴത്തെ ചർച്ചിൻ്റെ രൂപത. ഇതെല്ലാം പഴയ കാലത്തെ പള്ളിമണി തന്നെയാണ്. ശരിക്കും ഈ ചർച്ച് കടലിന് അഭിമുഖമായാണ് സ്ഥിതി ചെയ്യുന്നത്. വെട്ടുകാട് മാതാവിൻ്റെ പള്ളിക്ക് 500 വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. മാദ്രെ ദി ദേവൂസ് എന്ന പോർച്ചുഗീസ് വാക്കിൽ നിന്നാണ് പള്ളിക്ക് പേരിട്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ അമ്മ, ഇതാണ് അതിൻ്റെ അർത്ഥം. അന്നത്തെ പള്ളിയുടെ ഓരോ ഭാഗങ്ങളാണ് കേട്ടോ ഈ കാണുന്നതെല്ലാം. ജീസസിൻ്റെ ഒരു ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു ഇതിലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് കാണുമ്പം നേരിട്ട് കാണുന്ന പോലെ തോന്നും നമുക്ക് ഈ ഒരു ഇത് കാണുമ്പോൾ. ഇവിടേക്ക് എത്തുവാനായിട്ട് തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നും 3.5 കിലോമീറ്റർ ദൂരത്തിലും തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ തമ്പാനൂർ ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിൽ നിന്നും 8.5 കിലോമീറ്റർ ദൂരത്തിലുമാണ് വെട്ടുകാട് പള്ളി സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്നും ശംഖുമുഖം ബീച്ചിലേക്ക് 2 കിലോമീറ്റർ മാത്രമാണ് ഉള്ളത്. ഇതാണ് ഒരു ഇതിനകത്തുള്ളൊരു ചാപ്പൽ. ഇതിനകത്തിരുന്ന് പ്രാർത്ഥിക്കുവാൻ നല്ലൊരു സുഖമാണ്. ഒരു ശബ്ദമോ അനക്കമോ ഒന്നുമില്ല. നമുക്ക് സൈലൻ്റായിട്ടിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് ഇതിനകത്ത്. ഇവിടെ അധികം വന്ന് കാണുന്നില്ല. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും തന്നെ അറിഞ്ഞുകൂടാ അതിനെക്കുറിച്ച്. ഇതെല്ലാം ചാപ്പലിലേക്കുള്ള എൻട്രിയാണ്. ഒരുപാട് സംഭവങ്ങളിവിടെ അവരെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കെല്ലാം കണ്ട് മനസ്സിലാക്കാനും വായിച്ച് മനസ്സിലാക്കാനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഇതാണ് നമ്മുടെ ചരിത്രമുറങ്ങുന്ന വെട്ടുകാട് പള്ളി. ഇതെല്ലാം ഓരോരോ കഥകൾ അതിൽ അവർ എഴുതി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് വായിച്ച് മനസ്സിലാക്കി വേണം പോകുവാനായിട്ട്. ഇവിടെ ഇതുപോലെ രൂപം വെച്ചിരിക്കുന്നു. ഇതെല്ലാം കാണുമ്പോൾ നമ്മളുടെ മനസ്സിന് ഒരു കുളിർമയാണ് വരുന്നത്. ഭാരതത്തിൻ്റെ 2ാം അപ്പോസ്തോലൻ എന്ന് അറിയപ്പെടുന്ന വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ പാദസ്പർശനത്താൽ അനുഗ്രഹീതമായ പുണ്യഭൂമിയിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മോശയുടെ അംശവടിയുമായി നമ്മുടെ കടലിനെ പകുത്തു നിർത്തുന്ന ഒരു ഭാഗമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് കയറുമ്പം മനസ്സിലാവും എങ്ങനെയാണ് അത് ചെയ്തിരിക്കുന്നതെന്നുള്ളത്. ഇതെല്ലാം നമ്മൾ കണ്ട് അതിൻ്റെ ഒരു ഫീൽ ആസ്വദിക്കേണ്ടത് തന്നെയാണ്. ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ, ഓരോരോ അത്ഭുതങ്ങളാണ് ഇവിടെ ചെയ്തു വച്ചിരിക്കുന്നത്. അമ്മയും കുഞ്ഞും ഇവിടെ തന്നെയുണ്ട്. ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. കാനായിലെ കല്യാണമാണ്. വീഞ്ഞുണ്ടാക്കുന്നതാണ് കാണുന്നത്. കർത്താവിൻ്റെ അനുഗ്രഹം കൊണ്ട് അത് എത്രയോ ആളുകൾക്കാണ് വിളമ്പാൻ സാധിച്ചത്. ഇതാണ് ആ വീഞ്ഞ്. ഇപ്പോൾ നമ്മൾ കയറി വരുന്നത് മനസ്സിലായി കാണുമല്ലോ. കടൽ 2ആയി പിളർന്നു നിൽക്കുന്നു. അതിനകത്തുകൂടെ നമ്മളിതാ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഇതിൽ ചെയ്തിരിക്കുന്ന ആ ഒരു ഐഡിയ ഭയങ്കര നന്നായിട്ടുണ്ട്. നമുക്ക് ശരിക്കും നല്ലൊരു ഫീല് കിട്ടും ഇതിനകത്തേക്കൂടെ പോകുമ്പോൾ.
ഇതിനകത്തുനിന്ന് അപ്പുറത്തേക്ക് പോകാനുള്ള ഒരു അവർ ക്ലോസ് ചെയ്തിരിക്കുകയാണ്, നമുക്ക് അങ്ങോട്ട് പോകാൻ സാധിക്കുകയില്ല. ശരിക്കും നമ്മളൊരു കടലിനകത്ത് കൂടി കടന്നു വരുന്നൊരു ഒരു ഫീൽ തന്നെ കിട്ടുന്നുണ്ട്. ഇതാണ് രണ്ടാമത്തെ ചാപ്പൽ. രണ്ടാമത്തെ ചാപ്പലിനകമാണ് കാണിച്ചിരിക്കുന്നത്. മുകളിൽ നിറയെ നക്ഷത്രങ്ങളാണ്. പല നിറത്തിലുള്ള നക്ഷത്രങ്ങളെ നമുക്കിവിടെ കാണാം. ഇവിടെ ഭയങ്കര സൈലൻ്റാണ്. നമുക്ക് ശബ്ദമുണ്ടാക്കാതെ പോയി നിന്ന് പ്രാർത്ഥിച്ച് ശരിക്കും നമ്മുടെ തിരുഹൃദയം അടുത്തിരിക്കുന്ന പോലെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ കണ്ടു മനസ്സിലാക്കൂ. എല്ലാവരും ഇവിടെ ഒരു പ്രാവശ്യമെങ്കിലും വന്ന് വിസിറ്റ് ചെയ്യുക. നന്ദി.